അല്ല, അതിപ്പോൾ തെങ്ങുന്ന് വീണു, പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ തല പോയി എന്ന് പറയുന്നത് പോലെയാണ്. ഈ റിയാസ് മൗലവി കേസിൽ എല്ലാം ഭംഗിയായി നടത്തി, പക്ഷേ കേസ് വിട്ടുപോയി, പ്രതികൾ രക്ഷപ്പെട്ടു. നമ്മുടെ ഈ വർത്തമാനം മാത്രം പോരല്ലോ, പ്രവൃത്തി കാണണ്ടേ? ഈ ലോകത്തിന് മുഴുവൻ അറിയാം കൊന്നത് ആരാണ്. അങ്ങനത്തെ ഒരു കേസ് പ്രതികൾ അങ്ങോട്ട് ഈസി ആയിട്ട് വാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം എന്താ? കേസ് വിട്ടുപോയതിന് ശേഷം കേസ് ഭംഗിയായി നടത്തി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു വാദമാണ്. കേസ് വിട്ടുപോയി, പിന്നെ എന്ത് സംഭവിച്ചു? മാത്രമല്ല, ഒരു കേസല്ല, ഇങ്ങനെ ഇതിനു മുമ്പും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ പ്രസംഗം അല്ലെങ്കിൽ പറച്ചിൽ മാത്രം പോരല്ലോ, പ്രവൃത്തി കാണണ്ടേ? പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല. പൗരത്വ വിഷയത്തിലൊക്കെ നമുക്കറിയാം, ഇടതുമുന്നണി ഗവൺമെൻറ് പൗരത്വം നടപ്പിലാക്കൂല. എന്താ UDF നടപ്പിലാക്കുമോ? UDF നടപ്പിലാക്കൂല. ഞങ്ങൾ LDF ആയാലും UDF ആയാലും നടപ്പാക്കാതെ ഇരിക്കാൻ കേരളത്തിൽ കഴിയും. കേരളത്തിൽ UDF വന്നാലും പൗരത്വ നിയമം നടപ്പിലാക്കൂല, യാതൊരു സംശയവുമില്ല. ആർക്കാ സംശയം? കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്ന പൗരത്വ നിയമം നടപ്പിലാക്കൂല, കാരണം ഇതുവരെ നടപ്പിലാക്കിയില്ലല്ലോ. കോൺഗ്രസ് ആയിരുന്നില്ല അവിടെ, നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ പൗരത്വം മാത്രം, ആ വിഷയം മാത്രം പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല. നിരവധി കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വർത്തമാനം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നും കാണാനില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഇപ്പോൾ വിദ്യാലയങ്ങൾ എത്രയോ കാലമായി പറയുന്നു +2 അതുപോലുള്ള വിദ്യാലയങ്ങൾ അനുവദിക്കാതെ മലബാറിലൊക്കെ വിദ്യാഭ്യാസം മുരടിച്ചു പോവുകയാണെന്ന് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു. എന്താ ഗവൺമെൻറ് സ്കൂൾ കൊടുക്കാത്തത്, +2 കൊടുക്കാത്തത്, ബാച്ച് അനുവദിക്കാത്തത്? ഒരു നടപടിയിലൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുകയാണ്, അല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ല. അതാണ് നിർഭാഗ്യകരമായ അവസ്ഥ. റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടുത്തിയതല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കോടതി എണ്ണി പറഞ്ഞിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതായത് രക്തക്കറ പരിശോധിച്ചു, പക്ഷേ ഷർട്ട് ബന്ധപ്പെട്ട ആളുടേത് തന്നെയാണോ എന്ന് മനസ്സിലായില്ല എന്നാണ്. വിചിത്രമായ കാര്യങ്ങളാണ് പോലീസ് എഴുതി വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന വഴി ഒരു പ്രോസിക്യൂഷനും നടന്നിട്ടില്ല എന്നാണ്. അന്വേഷണമോ പ്രോസിക്യൂഷനോ നടക്കാത്ത കേസ് പിന്നെ വിട്ടുപോകില്ലേ? അതിൽ UAPA ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന UDF അടക്കം UAPA ചുമത്തുന്നതിന് എതിരാണല്ലോ പല കേസുകളിലും. പിന്നെ ഇതിനായിട്ട് എന്തിനാണ് UAPA ചുമത്തുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ആവശ്യമെന്നുള്ള ഒരു കാര്യവും അല്ല, അത് ജനറലായിട്ട് ഒരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. കേരളത്തിൽ തന്നെ UAPA ചുമത്തിയിട്ടുണ്ടല്ലോ വേറെ കേസിൽ. LDF ഗവൺമെൻറ് UAPA ചുമത്തിയിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ കേസുകൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ UAPA ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ്. ആ നിയമത്തെ നമ്മൾ എതിർക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ UAPA ചുമത്തിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ കേസിൽ ഇത്രയും വലിയ ഒരു ഗുണ്ടായിസം നടന്ന ഒരു കേസിൽ അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന ഒരു സാധു മനുഷ്യരെ വെട്ടിക്കൊന്ന ഒരു കേസിൽ UAPA ചുമത്തണം തന്നെ ആ വികാരം കൊണ്ട് പറയുന്നതാണ്. അത് വേണ്ടെന്ന് വെച്ചതും കേരള ഗവൺമെൻറ്റാണ്. അങ്ങനെയാണ് ഒരു കേസിലും പാടില്ലല്ലോ. കേരള ഗവൺമെൻറ് തന്നെ UAPA വേറെ ചില കേസിൽ UAPA അതന്നെ അനിൽ താഹ, അതുപോലെ മാവോ കേസ് ഞാൻ പറയേണ്ട കാര്യമില്ല, UAPA ചുമത്തിയിട്ടുണ്ട്. ഇവിടെ സർക്കാരിന്റെ തന്നെ ഒരു വീഴ്ച ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സർക്കാരിന്റെ അറിവോടുണ്ടായ ഒരു വീഴ്ചയാണിത്. അല്ല, അതാണ് ഈ അന്വേഷണത്തിൽ വലിയ പാളിച്ചുണ്ട്, ഈ പ്രോസിക്യൂഷനിൽ വലിയ പാളിച്ചുണ്ട്. അത് ഒരു സത്യം മാത്രമാണ്. അതുകൊണ്ടാണ് ആ കേസ് വിട്ടുപോയത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു വിധി ആയിപ്പോയി. ഇത് ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ളൂ, കേരളത്തിൽ ആദ്യമാണ്.
സാഹിബ്, മറ്റൊരു കാര്യം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിനെ പ്രശംസിച്ചുകൊണ്ടാണ്. അതായത് കാസർകോട്ടിലെ പൈവളിക പഞ്ചായത്തിലെ ആ ഒരു LDFനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ മുസ്ലിം ലീഗ് പിന്തുണച്ചു. ആ നിലയിൽ മുസ്ലിം ലീഗ് മതേതര വിഷയങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ എന്തിനു വിമർശിക്കണമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. അല്ല, അതിപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമല്ലേ. ഈ ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകാൻ തുടങ്ങിയിട്ട് കാലത്രയായി. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേ വരെ അത്തരത്തിലുള്ള ഒരു മതേതര നിലപാടല്ലാതെ എന്തെങ്കിലും ഒന്ന് ലീഗ് എടുത്ത ഒരു ഉദാഹരണം പറയണ്ടോ? ബാബരി മസ്ജിദിന് ശേഷം ശിഹാബ് തങ്ങൾ എടുത്ത ഒരു നിലപാട് മാത്രം പോരെ. എല്ലാ കാലത്തേക്കുള്ള ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതാണ്. നേരത്തെ CPM ഈ നിലയിൽ പ്രശംസിച്ച സമയത്ത് വിമർശിച്ചു. അപ്പോൾ CPIക്ക് ഉൾപ്പെടെ ആ നിലയിൽ ഒരു നയമാറ്റം വസ്തുത എല്ലാവർക്കും പറയേണ്ടി വരും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.